അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ കാരണമായത് മദ്യപാനം തന്നെയാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരവസാനത്തിലാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിനെ കണ്ടുമുട്ടുന്നത്. അതൊരു ആശുപത്രിയിൽ വെച്ചിട്ടാണ്. എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവത്തിലൊന്നും ഒരു വിശ്വാസവും ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ എത്തിയതിനു ശേഷമാണ് ഒരു ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യകതയെ പറ്റിയിട്ട് മനസ്സിലായിരുന്നത്. ഏതായാലും ഒരു പുതിയ സുഹൃത്തുന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ കുടി എന്ന് പറഞ്ഞാൽ രാവിലെ 4 മണിക്ക് എങ്ങനെയെങ്കിലും ഒരു 3 മണിയോടും കൂടെ ഞാൻ ഉറക്കം ഞെട്ടി എഴുന്നേൽക്കുന്നു. പിന്നീട് എനിക്ക് ഉറക്കമുണ്ടാവാറില്ല. ആ സമയത്ത് വേദനകളും വിഷമങ്ങളുമാണ് എന്നെ ഭരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, തലേ ദിവസത്തെ വലിയ പ്രശ്നങ്ങളെ പറ്റി ഓർക്കുന്നത് ആ 3 മണിക്ക് ശേഷമായിരിക്കും. ഒന്നുകിൽ അടിപിടി നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് തെളിവായിട്ട് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ ചോരയുടെ പാടോ ഒക്കെ ഉണ്ടായിരിക്കും. സത്യത്തിൽ ഈ ഒരു കാര്യങ്ങളെ ആലോചിച്ചിട്ട് തല തല്ലി കരയുന്ന അവസാന നാളുകളിലും ആ ആഗ്രഹം ചെന്ന് നിൽക്കുന്നത് ഒരു തുള്ളി മദ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയോടും കൂടിയാണ് ഒരു ദിവസം തുടങ്ങുന്നത് എന്നുള്ള. വെളുപ്പായി ആ കോഴി കൂവുന്ന ആ സമയത്ത് ആ ഒരു ഇരുട്ടത്ത് ഈ നാടൻ വാറ്റുന്ന ആൾക്കാരിടത്തേക്ക് പോകുന്ന ഒരു കാലഘട്ടം. കാരണം ഒരു 5 പൈസ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അവര് വാറ്റുമ്പോ അവരെ സഹായിച്ചു കൊടുത്താല് ഈ വിറയ്ക്കുന്ന കൈക്കും ഈ വിറയുന്ന ശരീരത്തിനൊരു ശമനം എന്നുള്ള നിലയ്ക്ക് ആ ചൂടുള്ള ദ്രാവകം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓടി പോകുന്നതെന്നുള്ള. നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചത്. ബാക്കിയുള്ളവരെല്ലാം സമൂഹത്തിൽ നല്ല രീതി പറയിപ്പിച്ചും കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ആഭാസനായിട്ട് കള്ളം കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു നായക്ക് കൊടുക്കുന്ന വില പോലും എനിക്ക് നാട്ടുകാർ തരാത്ത ഒരു കാലഘട്ടം. എന്തായാലും ആ കാലഘട്ടത്തിലും എൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും മരിച്ചു പോവും. മുന്നോട്ട് ജീവിക്കാനുള്ള യാതൊരുവിധ പ്രതീക്ഷയെ എൻ്റെ ബുദ്ധി തെളിയാത്ത ഒരു കാലം. എന്തായാലും എന്തോ ഒരു ദൈവത്തിന്റെ വിളി. ഒരു പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ദൈവാനുഗ്രഹം അങ്ങനെ തേടിപ്പിടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള അവകാശം പോലും എനിക്ക് കിട്ടിയതെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്ന് ഞാൻ എത്തി നിൽക്കുക എന്നുള്ള. ഏതോ കാരണം കൊണ്ട് ഞാൻ ആ ആശുപത്രിയിൽ എത്തി. 10-21 ദിവസം ജീവിതത്തിൽ ആരെയും അനുസരിക്കാത്ത ഞാൻ എൻ്റെ ശരീരം രക്ഷിക്കാൻ, അല്ലെങ്കിൽ കുടി നിർത്താനൊന്നുമല്ല, എൻ്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥനെ രക്ഷിക്കാനൊക്കെ ആ 21 ദിവസം അവിടെ കിടന്നു എന്നല്ലാതെ കൗൺസിലറോ ഡോക്ടറോ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ ബുദ്ധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ള. കുറച്ചു പേർ എൻ്റെ കൂടെ എല്ലാം ചികിത്സ കഴിയുന്നുണ്ട്. അവരെല്ലാം വലിയ വലിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് ഇനി ജീവിക്കാൻ തയ്യാറായ ആൾക്കാരാണ്. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗിയായിട്ട് മാറിയിട്ടുള്ള അവസ്ഥയിലാണ് എൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡറായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല. മക്കളെന്ന് ചെറിയ മക്കളാണ്, ഒരു പ്രതീക്ഷയില്ലാതെ. പക്ഷെ ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിന് പരിചയപ്പെട്ട് കുറെ ഷെയറിങ്ങും കാര്യങ്ങളും കേട്ടപ്പോഴും എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ സംസ്കാരത്തിന്റെ ഫലമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ അതിനെല്ലാം അവഹേളിച്ച് സംസാരിച്ചുകൊണ്ട് മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ തിരിച്ചു പോരുന്നു. തിരിച്ചു പോരുമ്പോ എന്നെ കാണുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജീവിനെ നോക്കുന്ന ഒരു പ്രതീതിയോടും കൂടെ തന്നെയാണ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തോ സംഗതി കഴിഞ്ഞ് വന്ന മാതിരി. അവിടെ എനിക്കൊരു ഒറ്റപ്പെടലുണ്ട് അനുഭവപ്പെട്ടു എന്നുള്ള. കാരണം എന്നെ അങ്ങ് കൂട്ടത്തിൽ കൂട്ടാൻ അവർക്കൊരു മടിയില്ല മാതിരി. പക്ഷെ ആ വന്ന കാലങ്ങളിൽ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആദ്യത്തെ ദിവസം ഒന്നും മദ്യപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കാശില്ല. പിന്നെ ഒരു നാണം. കാരണം ഈ ചികിത്സയെല്ലാം കഴിഞ്ഞ് വന്നല്ലേ, പിന്നെ എങ്ങനെയാ പെട്ടെന്ന് പോയിട്ടൊരു മദ്യം ചോദിക്കാനോ അങ്ങനെയൊക്കെ 1-2 ദിവസം കിട്ടിപ്പോയതാണ്. ആ 2 ദിവസം ഭയങ്കര
ഭയങ്കര ഒരു അവസ്ഥ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പുനർചിന്തനത്തിനുള്ളൊരു അവസ്ഥ നൽകിയ നിമിഷങ്ങളാണെന്നുള്ള. കാരണം വലിയ ആ ഒറ്റപ്പെടലിൽ നിന്ന് പല കാര്യങ്ങളിലും എന്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമേ ഉള്ളൂ. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് അവകാശപ്പെടാനുള്ളത് ഒരു ശൂന്യത മാത്രമാണുള്ളത്. കയ്യിൽ കാശില്ല. 10-21 ദിവസത്തെ ഈ ഭക്ഷണത്തിന്റെ കാര്യം കൊണ്ട് കുറച്ച് ഊർജ്ജസ്വലത വന്നിക്കെങ്കിൽ പോലും ശരീരം ഒരു പുഷ്ടി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധി പുഷ്ടി പ്രാപിച്ചിട്ടില്ല എന്നുള്ള. കാരണം ഒന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനുള്ള യാതൊരുവിധ തരത്തിലുള്ള എന്തോ ഒരു അവസ്ഥ എനിക്ക് ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള. ആ ഒരു അവസ്ഥയിൽ ആ ഒരു സമയത്തിനെ സംരക്ഷിക്കാൻ, ആ വൈകുന്നേരങ്ങളിലെ ആ സമയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൽക്കഹോളിക് അനോൺസിന്റെ മീറ്റിങ്ങിൽ ആദ്യം പോയിരിക്കുന്നത് എന്നുള്ള. അപ്പം പലരും കുടി ദിവസങ്ങളോളം കിട്ടിയ ആൾക്കാര് ആ സന്തോഷത്തിൽ അവരെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ചില ആളുകൾ ഏറ്റവും കൂടുതൽ ദാരുണമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ട് അവരെ അനുഭവങ്ങൾ പങ്കെടുക്കുന്നു. അപ്പോഴെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ബുദ്ധിശാലിയായിട്ട് ആ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ചിരിക്കുകയാണ് ഇവരെ വാക്ക് കേട്ടിട്ട്. കാരണം എന്തെല്ലാം വിഡ്ഢിത്തരാണല്ലോ ഇവന്മാർ പറയുന്നതെന്നുള്ള രീതിയിൽ അത്ര പോലും ബുദ്ധി മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആദ്യകാലങ്ങളിൽ ആൽക്കഹോളിക് അനോൺസ് കൂടെ പോകുന്നത്. ആ സമയത്ത് 12 പടി എന്താണെന്ന് അറിയില്ല. ദൈവത്തിന്റെ ഒരു വിശ്വാസത്തിന് അപേക്ഷിക്കേണ്ട ആവശ്യകത മനസ്സിലാവുന്നില്ല. പോട്ടെ, ഭാവി മുന്നോട്ടുള്ള ആ മണിക്കൂറുകളിൽ കുടി നിർത്താനുള്ള എൻ്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു പ്രതിജ്ഞ പുതുക്കേണ്ട ആവശ്യകത പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള. എന്തായാലും ആ വൈകുന്നേരങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആൽക്കഹോളിക് അനോൺസിന്റെ മീറ്റിങ്ങിൽ പോയി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായി. പക്ഷെ എൻ്റെ തൊണ്ടേന്റെ ഇങ്ങോട്ട് ഒരു 5 വാക്ക് പോലും സംസാരിക്കാൻ എനിക്ക് കഴിയാത്തൊരവസ്ഥ. അതിൽ ഞാൻ വളരെയധികം ലജ്ജിതനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോരുമ്പോൾ ശരിക്കും പറഞ്ഞാല് എൻ്റെ അനുഭവങ്ങളിലേക്ക്, ആ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസ്ഥയാണ് ആദ്യമായിട്ട് ആൽക്കഹോളിക് അനോൺസ് സമ്മാനിക്കുന്നത് എന്നുള്ള. ഭൂതകാലങ്ങളിൽ ഞാൻ ആരായിരുന്നു, ഞാൻ എന്തുകൊണ്ട് മദ്യാസക്തനായിട്ട് മാറി, ഇതൊരു രോഗമാണെന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് എൻ്റെ രോഗം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു രോഗത്തിന്റെ ചികിത്സ ഞാൻ നിർദ്ദേശിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ചെറിയ രീതിയിലൊരു അവലോകനം എൻ്റെ ഉള്ളിൽ നടന്നതിന്റെ ഫലമായിട്ടാണ് പിന്നീട് ആൽക്കഹോളിക് അനോണിമസിന്റെ ആ നിമിഷങ്ങളെ രസകരമാക്കാൻ ശ്രമിച്ചതെന്നുള്ളതാണ്. അവിടെയാണ് കൃത്യമായിട്ട് ഇന്ന് കയറി വന്ന ഒരു സുഹൃത്തിനെ നെഞ്ചോട് ചേർത്തതിന്റെ ആദ്യാനുഭവം ഉണ്ടായതെന്നുള്ളതാണ്. എന്തിന് വേറൊരു മദ്യാസക്തനെ ഞാൻ നെഞ്ചോട് ചേർക്കണം? എൻ്റെ വിഷമങ്ങൾ അവരോട് എന്തിന് ഞാൻ പറയണം? അവരുടെ വിഷമങ്ങൾ ഞാൻ എന്തിന് കേൾക്കണം? കാരണം അത്തരത്തിലൊന്നും എൻ്റെ പിതാവിനെ ബഹുമാനിക്കാതെ, എൻ്റെ അമ്മയെ ബഹുമാനിക്കാതെ, എൻ്റെ ഭാര്യയെ ബഹുമാനിക്കാതെ, എൻ്റെ സുഹൃത്തിനെ ബഹുമാനിക്കാതെ, ഒരു അന്യ സ്ത്രീനെ ബഹുമാനിക്കാതെ, ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അത് ബഹുമാനിക്കേണ്ട ആവശ്യകത എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തിനാണ് ഒരു വിവാഹം ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. കേവലം എൻ്റെ ഉള്ളിലുള്ള മൃഗതൃഷ്ണ അടക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് കണ്ടിട്ടാണ് ഒരു സ്ത്രീ എന്നെ വിവാഹം ചെയ്യാൻ തയ്യാറായി എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആനന്ദം അതുകൊണ്ടുണ്ടായതാണ് എൻ്റെ ഉള്ളില്. അല്ലാതെ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിനോടുള്ള കടമ നിറവേറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു ഭൗതിക ലോകത്തിന് പ്രജകളെ സൃഷ്ടിച്ച് ആ വലിയ വലിയ ആത്മീയ തത്വങ്ങളൊന്നും മനസ്സിൽ ധരിച്ചുകൊണ്ടല്ല വിവാഹിതനായിരുന്നുള്ള. എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗതൃഷ്ണേന ഉറക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖം അനുഭവിക്കാൻ എനിക്കൊരു സ്ത്രീ വേണം സൗകര്യത്തിന്. അതാണ് ഞാൻ വിവാഹം ചെയ്യാനുണ്ടായ കാരണം എന്നുള്ളത്. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് കണ്ണ് തുറപ്പിക്കുന്നത് എന്നുള്ളത്. മനുഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഇന്ന് വരെ ജീവിച്ചത് നീ ഒരു മനുഷ്യനായിട്ടാണോ? ഈ മൃഗത്തിന്റെ മാതിരി എന്തുകൊണ്ടൊരു പെരുമാറ്റം നിന്നിൽ നിന്നുണ്ടായി?
അപ്പൊ ആ ഒരു മൃഗതുല്യം അപ്പൊ വളരെ കൃത്യമായിട്ട് ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്നു പോകുമ്പോ ആ മൃഗത്തിലേക്ക് എത്തിയിട്ട് ഉള്ള ഒരു അവസ്ഥയെ പറ്റി മനസ്സിലാക്കിയിട്ട് ആ മൃഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു മനുഷ്യനാ ഇന്ന് സ്വപ്നത്തിൽ കാണുക ഞാൻ. അത് ആൽക്കഹോളിക് അനോണിമസിൽ കൂടെ സാധിക്കും എന്നുള്ളതാണ്. ആൽക്കഹോളിക് അനോണിമസിന്റെ ആത്മീയത അത് തന്നെയാണ് പറയുന്നത്. ഭൗതിക സാഹചര്യങ്ങളോട് പൊരുതേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചു. ആ ഒരു ഭൗതിക സാഹചര്യങ്ങളിൽ നിങ്ങളൊരു മനുഷ്യനാക്കി ഉയർത്താൻ ഉപയോഗിച്ചു എന്നാ പറഞ്ഞത്. ആ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാവുന്ന അസ്വസ്ഥതകളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്യാനാണ് ഒരു ആത്മീയത നിങ്ങൾക്ക് ആവശ്യം. അല്ലാണ്ട് ഒരു പരിപൂർണമായിട്ടുള്ളൊരു സന്യാസി വര്യനാവാനോ അല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛൻ ആവാനോ അല്ല നിങ്ങൾക്ക് ആത്മീയത തന്നതെന്ന് വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക് അനോണിമസ് നമ്മോട് പറയുന്നുണ്ട്. ഏത് ലോകത്തായാലും ഏത് സാഹചര്യത്തിനോട് ബന്ധപ്പെട്ടായാലും ശരി, നിങ്ങൾ സൃഷ്ടിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവുന്ന വൈകാരിക തരങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന വികാരങ്ങളെ അടക്കാനും ശമിപ്പിക്കാനും നിങ്ങൾക്കൊരു ആത്മീയത ആവശ്യമാണെന്ന് പറഞ്ഞു. ആ ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് അത് ലഭിക്കാനുള്ള ഒരു ഇടമായിട്ട് വിശ്വസ്തരായിട്ടുള്ള കുറെ കൂട്ടുകാരടങ്ങുന്ന ഈ ഒരു എന്ന പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ ഇതിന് സാധിക്കും. തൻ്റെ ഇടമായിട്ടൊരു മനുഷ്യനായിട്ട് കളഞ്ഞുപോയ എല്ലാ സൗഭാഗ്യങ്ങളെയും ഓർത്ത് ദുഃഖിക്കാതെ ഇനി ദൈവം നൽകുന്ന ആ ഒരു ഭിക്ഷ സ്വീകരിച്ചും കൊണ്ട് സന്തോഷത്തോടും കൂടെ ജീവിക്കാൻ കഴിയാൻ നിനക്ക് ആൽക്കഹോളിക് അനോണിമസ് അനിവാര്യമാണ്. അല്ലാണ്ട് കുടി നിർത്താനല്ല ആൽക്കഹോളിക് അനോണിമസ്. കൃത്യമായിട്ട് നിങ്ങളെ മകൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. മകൻ മനസ്സിലാക്കിയില്ലേ പോട്ടെ, ഭാര്യ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ മനസ്സിലാക്കൂ. സ്വന്തം അടുക്കളയിൽ നിന്ന് തുടങ്ങൂന്ന് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്റെ ശരീരം വൃത്തിയായിട്ട് വെക്കണം. ആത്മീയ തത്വങ്ങളെ ഗ്രഹിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ഊർജം പ്രസരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് മാറാൻ ആൽക്കഹോളിക് അനോണിമസ് പറഞ്ഞു എന്നതാണ്. ബാക്കിയെല്ലാം വൈത്താലെ വന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ ആവശ്യമായിട്ടുള്ള ഇന്നെന്ന സൗഭാഗ്യങ്ങൾ വേണമെന്ന് ഈ സൃഷ്ടാവായിരിക്കുന്ന പിതാവിന് അറിയാമെന്നുള്ളതാണ്. ഇയാൾക്ക് എന്തെല്ലാം വേണം. ഏതോ ഒരു ബൈബിളിലെങ്ങാനും ഏതോ ഒരു വാക്യം കേട്ടിട്ടുണ്ട്, ഈ അവനവന്റെ അരിമണിയിൽ അവനവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സൃഷ്ടാവിന് അറിഞ്ഞുകൂടെ എനിക്ക് എന്തെല്ലാം വേണം, എനിക്ക് നാളെ ഏത് തീയതിക്കാണ് എൻ്റെ അന്ത്യം പോലും കുറിച്ചു വെച്ച കാര്യമാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇത്തരം അർത്ഥങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോഴേ മൂന്നാമത്തെ പടിയിൽ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ആ ഒരു വലിയ ശക്തിയിൽ എത്തിപ്പെടണമെങ്കിൽ ആത്മീയ തലത്തിൽ നിങ്ങൾ ഉയരുക. ഉയർന്നിട്ട് തത്വങ്ങൾ നിങ്ങൾ വിചിന്തനം ചെയ്തിട്ട് മനസ്സിലാക്കിയെടുക്കണം. നിങ്ങൾ അതിന് പാകപ്പെടണം. ആൽക്കഹോളിക് അനോണിമസിനോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം അതാണ്, ആത്മീയതയുടെ ലക്ഷ്യം എന്താണ്? എല്ലാ മതങ്ങളും അവരുടെ മത ആദർശങ്ങളെ പുനർജീവിപ്പിക്കാനും നിലനിർത്താനും ആവശ്യമായിട്ടുള്ള മതാത്മകമായ തത്വങ്ങൾ ഉണ്ട്. ആ തത്വങ്ങൾ മനുഷ്യനെ നല്ല രീതിയിലേക്ക് നയിക്കുന്നതാണ്, അതും എനിക്കറിയാം. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ടുള്ള ഹതഭാഗ്യനായിട്ടുള്ള ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് ആത്മീയതയുടെ ലക്ഷ്യം എന്തെന്നുള്ളൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചോളാം. മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ നിങ്ങൾക്ക് ആവശ്യമാവുന്ന ഭൗതിക സാഹചര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളാനും ആസ്വദിച്ച് ജീവിക്കുവാനും ഉതകുന്ന കുറെ തത്വങ്ങൾ നിങ്ങൾക്ക് ആൽക്കഹോളിക് അനോണിമസിന്റെ ആത്മീയത നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതിനാണ് 12 പടികൾ. അത് കൃത്യമായിട്ട് പരിപാലിക്കുമ്പോൾ കൃത്യമായിട്ട് ആത്മീയമായിട്ട് തത്വങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഏതായാലും സമയമില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ സുഹൃത്തുക്കളെ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വളരെ വളരെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ഹരിദാസ്. നമുക്ക് അംബാസ്ഡറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചന്ദ്രേട്ട ഒരു 10 മിനിറ്റ് ഫോർഗീവ്നെസ് ആൻഡ് ബ്രദർലി ലവ് എന്ന നമ്മുടെ ടോപ്പിക്ക്. അതുപോലെ തന്നെ നമുക്കൊരു ന്യൂ കമർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജിജിത്ത്, സംസാരിക്കാൻ പാടാം.